ഹലോ, നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. രാവിലെ നമ്മൾ ഉച്ചക്കലത്തേക്കുള്ള കറികളൊക്കെ ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. നമ്മുടെ കോവൽ ചെടിയിൽ നിന്ന് കുറച്ച് കോവയ്ക്ക കിട്ടിയിട്ടുണ്ട്. അതൊന്ന് മെഴുക്ക് പുരട്ടി വെക്കാനായിട്ട് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എത്ര തവണ കറി വെച്ച് കഴിച്ചാലും മടുക്കാത്തൊരു സാധനമാണ് കോവയ്ക്ക. മെഴുക്ക് പുരട്ടി വെച്ചാലും തോരൻ വെച്ചാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സാധനം. ഇന്ന് അധികം പണികളൊന്നുമില്ല. ഇന്നലത്തെ മീൻകറി ഇരിപ്പുണ്ട്. കുറച്ച് മോരുകറി ഉണ്ടാക്കണം, കോവയ്ക്ക മെഴുക്ക് പുരട്ടി വെക്കണം, കുറച്ച് മീൻ അരപ്പ് പുരട്ടി വെച്ചിട്ടുണ്ട്, അത് വറുത്തെടുക്കണം. ഇത്രയേ ഉള്ളൂ പരിപാടി. ചില കോവയ്ക്കൊക്കെ പഴുത്ത് പോയിട്ടുണ്ടേ. പഴുത്ത് കഴിഞ്ഞാൽ വലിയ ടേസ്റ്റ് ഒന്നും കാണില്ല. നല്ല പിഞ്ച് കോവയ്ക്കയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി തേങ്ങാക്കൊത്തിടുന്നത് നന്നായിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തേങ്ങാക്കൊത്തിട്ട് വെക്കുന്നത്. എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടണമെന്നില്ല. അങ്ങനെ നമ്മുടെ കോവയ്ക്കെല്ലാം അരിഞ്ഞെടുത്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇനി ഇതിലേക്കുള്ള ബാക്കി ഉള്ളി, തേങ്ങ ഇതൊക്കെ ശരിയാക്കാം. ഒരു ഫ്രൈ പാനിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. നമ്മൾ സവാളയാണ് എടുത്തിരിക്കുന്നത്. സവാള ഒന്ന് കട്ട് ചെയ്ത് ചോപ്പറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. സവാളയൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. നന്നായി അരിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ തേങ്ങാക്കൊത്തും അരിഞ്ഞെടുത്തിട്ടുണ്ട്. തേങ്ങാക്കൊത്ത് ആവശ്യമുള്ളവർ മാത്രമേ ചേർക്കാവുള്ളൂ കേട്ടോ. കോവയ്ക്ക കഷ്ണത്തിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടിയൊക്കെ ഇട്ട് നമുക്ക് ഇളക്കി വെക്കാം. കറിവേപ്പില തീർന്നു പോയി. ഞാൻ കുറച്ച് കറിവേപ്പില എടുത്തിട്ട് വരട്ടെ. കുറച്ച് ഉപ്പും കറിവേപ്പിലയൊക്കെ ഇട്ട് ഒന്ന് ഇളക്കി വെക്കാം. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളം മതി. ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് സ്റ്റൗവിലേക്ക് വെക്കാം. അങ്ങനെ മെഴുക്ക് പുരട്ടിക്കുള്ള കോവയ്ക്ക നമ്മൾ സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മോരുകറി ഉണ്ടാക്കാനായിട്ട് നോക്കാം.
മോരുകറി ഉണ്ടാക്കാനുള്ള മോരാണിത്. ഇത് നമ്മൾ സ്റ്റൗവിലേക്ക് ഒഴിച്ച് ഒന്ന് അടിച്ചെടുക്കാം. മോരൊരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി കുറച്ച് തേങ്ങ കൂടി നമുക്ക് ഒന്ന് അരച്ചെടുക്കാം. വളരെ കുറച്ച് തേങ്ങ മതി, ഒരു 1/4 കപ്പ് തേങ്ങ മതി. കുറച്ച് ജീരകം ഇട്ട് കൊടുക്കും. ഇനി ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. മെഴുക്ക് പുരട്ടി റെഡിയാകുന്ന സമയം കൊണ്ട് നമുക്ക് മീൻ വറുത്തെടുക്കാം. ചൂരമീനാണ് ഇന്നലെ കിട്ടിയത്. എന്താണെന്നറിയില്ല, എനിക്ക് പണ്ട് മുതലേ ഭയങ്കര ഇഷ്ടമുള്ളൊരു മീനാണ് ചൂര. നമ്മുടെ മോരിന് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഉപ്പ് ചേർത്തിട്ടില്ല, ഉപ്പ് കൂടെ നമുക്ക് ചേർക്കാം. ഈ ചേർത്ത് കൊടുക്കുന്നത് ഉലുവാപ്പൊടിയാണ് കേട്ടോ. മോര് കറിക്ക് നല്ല ഒരു മണമൊക്കെ വരാൻ ഉലുവാപ്പൊടി ചേർക്കുന്നത് നല്ലതാണ്. മീൻ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഞാൻ കറി വെക്കാനായിട്ട് മുറിച്ച പീസിൽ നിന്നാണ് വറുക്കാനെടുത്തത്, അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ ഇരിക്കുന്നത്. മീൻ വീതി കൂട്ടി കനം കുറച്ചാണ് വറുക്കാനായിട്ട് എടുക്കേണ്ടത്. നമുക്ക് മോരൊന്ന് ചൂടാക്കിയെടുക്കാം. തേങ്ങ അരയ്ക്കാതെ മോര് കറി ഉണ്ടാക്കുന്നതിനാണ് നല്ല ടേസ്റ്റ്. മോര് കറിക്ക് ആവി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഓഫ് ചെയ്യാം. ഇനി ഒന്ന് കടുക് വറുത്തുകൂടി എടുക്കുമ്പോൾ മോര് കറി റെഡി. നമ്മുടെ മെഴുക്ക് പുരട്ടിയൊക്കെ ഇവിടെ ഏകദേശമായിട്ടുണ്ട്. നമ്മളൊരു കാര്യം മറന്നുപോയായിരുന്നു. എണ്ണ ചൂടായപ്പോൾ അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാൻ മറന്നുപോയി. അവിടെ മെഴുക്ക് പുരട്ടി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇത് സ്റ്റൗവിൽ നിന്ന് മാറ്റി വെക്കാം. മോര് കാച്ചുന്നതിന് വേണ്ടി കടുക് വറുക്കാനായിട്ട് പാത്രം വെച്ചിട്ടുണ്ട്. ഇനി ചൂടായി വരട്ടെ.
മോരുകറിക്ക് കളറ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ ഇന്നത്തെ കറികളെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കോവയ്ക്ക മെഴുക്ക് പുരട്ടി, മോരുകറി, മീൻ വറുത്തത്, നല്ല മുളകിട്ട ചൂരക്കറി. ഇതാണ് എൻ്റെ ഫേവററ്റ് ഐറ്റം. അപ്പം ചോറ് കഴിക്കാനൊക്കെയുള്ള സമയമായി. ഞങ്ങൾ ഇതൊക്കെ കൂട്ടിപ്പോയി ചോറ് കഴിച്ചിട്ട് വരാം. ഓക്കേ, താങ്ക് യു.